Globalization. Indian businessmen are now expanding their horizons and seeing beyond the physical boundaries of the country. ഇന്ത്യയിലെ ബിസിനസ്സുകാരൊക്കെ അവരുടെ ബിസിനസ് സാമ്രാജ്യം അത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസായി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. Consequently, the captains of industries need to think and act, both actions being guided by international perspective. അതുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ ഏതൊരു കാര്യത്തെയും കാണേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലോബൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഗ്ലോബലൈസേഷൻ എന്ന ടേമിനെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. The need to think and act from global perspective is not particular to our business alone. The need is universal. ഒരിക്കലും ഇതൊരു നമ്മുടെ ബിസിനസ്സിന് മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇത് സാർവത്രികമാണ്. ഒരു സാർവത്രികമായിട്ടുള്ള ഒരു അനുഭവമാണ് ഗ്ലോബലൈസേഷൻ ഉള്ളത്. യാഥാർത്ഥ്യമാണ് ഗ്ലോബലൈസേഷൻ. നേച്ചർ ഓഫ് ഗ്ലോബലൈസേഷൻ. Globalization, also called internationalization, means several things to several people. നമ്മൾ ഒരു ബിസിനസ് എന്നുള്ളതിൽ നിന്ന് ചുരുങ്ങിയതിൽ മാറി സെവറൽ തിങ്സിലേക്ക് സെവറൽ പീപ്പിളിലേക്ക് വ്യാപിക്കുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോബലൈസേഷൻ. It is an integration of economy with international economy. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു എക്കണോമി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവുക, അതുമായിട്ട് നമ്മൾ എക്കണോമിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ സം ഇറ്റ് ഈസ് എ ന്യൂ പാരഡിം. ഇത് പക്ഷേ ഒരു പുതിയൊരു പാരഡിമാണ്. അതിനു മുമ്പ് പറയട്ടെ, ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറയുന്നത് അത് ഗ്ലോബലൈസേഷൻ്റെ ഒരു ഭാഗം മാത്രമാകുന്നുള്ളൂ. അത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ്റർനാഷണലൈസ് ചെയ്യുക, ബിസിനസ് ആക്ടിവിറ്റീസ് ബിയോണ്ട് ദി ബൗണ്ടറീസിൽ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർനാഷണലൈസേഷൻ. അത് ഗ്ലോബലൈസേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറഞ്ഞതിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ടതില്ല. ഗ്ലോബലൈസേഷൻ എന്ന ടേം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. എ സെറ്റ് ഓഫ് ഫ്രഷ് ബിലീവ്സ്, വർക്കിംഗ് മെത്തേഡ്സ് ആൻഡ് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ റിയാലിറ്റീസ് ഇൻ വിച്ച് ദ പ്രീവിയസ് അസംഷൻസ് ആർ നോ ലോങ്ങർ വാലിഡ്. നമ്മുടെ മുമ്പ് കാലത്തുണ്ടായിരുന്ന അസംഷൻസൊക്കെ ഇല്ലാതാകുന്നു. അത് പകരം പുതിയ വിശ്വാസങ്ങൾ, പുതിയ വർക്കിംഗ് മെത്തേഡ്സ്, എക്കണോമിക്, നമ്മൾ ഇൻ്റഗ്രേഷൻ ഓഫ് നാഷണൽ എക്കണോമി വിത്ത് ഇൻ്റർനാഷണൽ എക്കണോമി എന്ന് പറഞ്ഞാൽ എക്കണോമിക് രംഗത്തുണ്ടാകുന്ന മാറ്റം, പൊളിറ്റിക്കലായിട്ടുള്ള ബൗണ്ടറീസ് അപ്രസക്തമാകുന്നു, സോഷ്യോ കൾച്ചറലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു, സോഷ്യോ കൾച്ചറലായിട്ടുള്ള ഒരു കൾച്ചറൽ ഇൻ്റർചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ഇറ്റ് മീൻസ് ഇൻ്റഗ്രേഷൻ വിത്ത് ദി വേൾഡ് എക്കണോമി. ഞാൻ പറഞ്ഞതാണ്, ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് മീൻസ് ഇൻ്റഗ്രേഷൻ വിത്ത് ദി വേൾഡ് എക്കണോമി. വേൾഡ് എക്കണോമിയായിട്ട് നമ്മുടെ എക്കണോമിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എന്ന് വിളിക്കുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കും. In simple economic terms, globalization refers to the process of integration of the world into one huge market. ഒരു വലിയ ഗ്ലോബൽ വില്ലേജ് തന്നെയായി മാറുക. നമ്മളെ മാർക്കറ്റ് എന്നുള്ളത് ഒരു ഗ്ലോബൽ വില്ലേജായി മാറുന്നു എന്നതാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രത്യേകത. ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദി വേൾഡ് ഇൻ ടു വൺ ഹ്യൂജ് മാർക്കറ്റ്, അതായത് ഒരു ഗ്ലോബൽ വില്ലേജ് ആയി നമ്മുടെ മാർക്കറ്റ് മാറുന്നു എന്നുള്ളതാണ് ഈ ഗ്ലോബലൈസേഷൻ്റെ പ്രത്യേകത. Such unification calls for the removal of all trade barriers
അത്തരത്തിലുള്ള യൂണിഫിക്കേഷൻ എന്ത് ചെയ്യുന്നു, എല്ലാ ട്രേഡ് ബാരിയേഴ്സിനെയും ഇല്ലാതാക്കുന്നു. എമംഗ് കൺട്രീസിൻ്റെ ഇടയിലുള്ള എല്ലാ ട്രേഡ് ബാരിയേഴ്സിനെയും ഇല്ലാതാക്കുന്നു. നമുക്കറിയാം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പല ബാരിയേഴ്സും ഉണ്ട്. താരീഫ് ബാരിയേഴ്സ് ഉണ്ട്, നോൺ താരീഫ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള ബാരിയേഴ്സൊക്കെ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ്റെ പ്രത്യേകത. ഈവൻ പൊളിറ്റിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് ബിക്കം ഇറലവൻറ്റ്. അതുപോലെ പൊളിറ്റിക്കൽ, നേരത്തെ പറഞ്ഞ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ളത്, സോഷ്യോ കൾച്ചറായിട്ടുള്ള റിയാലിറ്റീസിൽ എന്തുണ്ടാകുന്നു, ചേഞ്ചസ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അത് പൊളിറ്റിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കലായിട്ടുള്ള ബാരിയേഴ്സും എന്താകുന്നു, ഇറലവൻ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് പ്രത്യേകത. എന്താണ് വാട്ട് ഈസ് എ ഗ്ലോബൽ കമ്പനി? എ ഗ്ലോബൽ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോബൽ കമ്പനി വ്യൂസ് ദ വേൾഡ് ആസ് വൺ മാർക്കറ്റ്. ഒരു വൺ മാർക്കറ്റായിട്ട് വേൾഡിനെ കാണുന്നു. മിനിമൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ബൗണ്ടറീസിൻ്റെ ഇമ്പോർട്ടൻസിന് എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു. റൈസസ് ക്യാപിറ്റൽ, അതിന് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുന്നു. എവിടെ നിന്നും ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാം. ആൻഡ് മാർക്കറ്റ്, എൻ്റെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ, മാർക്കറ്റ് ചെയ്യുക. അത് ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ചെയ്യുന്നു. വേർ എവർ ഇറ്റ് ക്യാൻ ഡു ദി ജോബ് ബെസ്റ്റ്. അതിൻ്റെ പ്രത്യേകത, ഏറ്റവും കോസ്റ്റ് കൂടിയ സ്ഥലത്തു നിന്ന് കോസ്റ്റ് കുറഞ്ഞിടത്തേക്കൊക്കെ എന്ത് ചെയ്യാം, മൊബിലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ യൂണിറ്റിന് ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടാകുന്ന നേട്ടം. പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ മൊബിലിറ്റിയുള്ള യൂണിറ്റുകളായി മാറുന്നു. ആ മൊബിലിറ്റി കോസ്റ്റിൻ്റെ, റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ചീപ്പായ സ്ഥലത്തേക്ക് അങ്ങനെ മാറാം. മറ്റു പ്രൊഡക്ഷൻ്റെ ലേബർ കോസ്റ്റ് ചീപ്പായിട്ടുള്ള സ്ഥലത്തേക്ക്, അവിടത്തേക്ക് എന്ത് ചെയ്യുന്നു, മൊബിലിറ്റി അവിടത്തേക്ക് എന്ത് ചെയ്യുന്നു, മാറുന്നു. അങ്ങനെ മൊബിലിറ്റി എന്നുള്ളത് ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ ഗ്ലോബലൈസേഷൻ ചെയ്യുന്നത്. അങ്ങനെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു, അവരുടെ മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത് ഗ്ലോബലൈസേഷൻ്റെ ഒരു ബെനിഫിറ്റാണെന്ന് പറയാം. At company level, globalization means two things. The company commits itself heavily with several manufacturing locations. Several manufacturing locations around the world and offer products in several diversified industries. പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. ഇറ്റ് ഓൾസോ മീൻസ് ദ എബിലിറ്റി, സെക്കൻഡായിട്ട് പറയാം, ഇറ്റ് ഓൾസോ മീൻസ് ദ എബിലിറ്റി ടു കോമ്പീറ്റ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അതിന് കോമ്പീറ്റ് ചെയ്യാം ഡൊമസ്റ്റിക് മാർക്കറ്റ് വിത്ത് ഫോറിൻ കോമ്പറ്റീറ്റേഴ്സുമായിട്ടും. ഇൻ ദി പോപ്പുലർ സെൻസ്, ഗ്ലോബലൈസേഷൻ റെഫേഴ്സ് മെയിൻലി ടു മൾട്ടി പ്ലാന്റ് ഓപ്പറേഷൻസ്. അതായത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് പ്ലാന്റുകൾ മാറ്റുന്നൊരു സ്ഥിതിവിശേഷം എന്ത് ചെയ്യുന്നു, ഗ്ലോബലൈസേഷൻ കൊണ്ട് സംജാതമാകുന്നു. എ കമ്പനി വിച്ച് ഹാസ് ഗോൺ ഗ്ലോബൽ ഈസ് കോൾഡ് എ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. അത്തരത്തിലൊരു കമ്പനി ഗ്ലോബലായി കഴിഞ്ഞാൽ അത്തരം കമ്പനിയെ നമ്മൾ വിളിക്കും ഗ്ലോബലൈസ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ. Multinational corporation is therefore one that, by operating in more than one country, gain through research and development, leading to substantial product and marketing and financial advantage in its cost and reputation that are not available to purely domestic competitors. And research and development, production, marketing, financial, ഈ അഡ്വാൻറ്റേജ് ഒക്കെ എന്ത് ലഭിക്കുന്നു, ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഗ്ലോബലൈസേഷൻ കൊണ്ട് ലഭിക്കുന്നു. The global company views പറഞ്ഞതാണ്, one market minimizes the importance of national boundaries and raises capital and market wherever it can do the job best. The global company views the world as one market, minimizes the importance of national boundaries, raises capital and market wherever it can do the job best. To be specific, a global company has 6 characteristics. It is a conglomerate of multiple units located in different parts of the globe, but all linked by common ownership. പലതരത്തിലുള്ള യൂണിറ്റുകൾ ഉണ്ടാവും നമ്മുടെ ലോകത്തിൻ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട്, പക്ഷെ അവയൊക്കെ ഒരു ഓണർഷിപ്പിന് കീഴിലായിരിക്കും.
Multiple units draw a common pool of resources such as money, credit, information, patents, trade, names, and control systems. മൾട്ടിപ്പിൾ യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ടുള്ള പൂൾസ് ഓഫ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നു. സജസ് മണി ആയിരിക്കാം, ക്രെഡിറ്റ് ആയിരിക്കാം, ഇൻഫർമേഷൻ ആയിരിക്കാം, പാറ്റേൺസ് ആയിരിക്കാം, ട്രേഡ് നെയിംസ് ആയിരിക്കാം, കൺട്രോൾ സിസ്റ്റംസ് ആയിരിക്കാം. ഇത്തരത്തിൽ ഇതിൻ്റെയൊക്കെ ഫ്ലോ ഓഫ് റിസോഴ്സസ് ആണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് റിസോഴ്സസ്, മണിയുടെ, ക്രെഡിറ്റിൻ്റെ, ഇൻഫർമേഷൻ്റെ, പാറ്റൻറ്റിൻ്റെ, ട്രേഡ് ഓഫ് നെയിംസ്, എന്തും എന്തിൻ്റെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സാധ്യതകളെ യൂട്ടിലൈസ് ചെയ്യുന്ന എന്താ വിളിക്കുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദ യൂണിറ്റ്സ് റെസ്പോണ്ട് ടു സം കോമൺ സ്ട്രാറ്റജി. കോമൺ ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് പ്രസൻസ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ഓഫ് ദി വേൾഡ്. പലതരത്തിലുള്ള മാർക്കറ്റിൽ നമ്മളെ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. ഹ്യൂമൻ റിസോഴ്സ് കണ്ടെയ്ൻ ഹൈ ഡൈവേഴ്സിറ്റി. ഹ്യൂമൻ റിസോഴ്സസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി അതിലുണ്ടായിരിക്കും. Then transactions involving intellectual properties. Intellectual properties ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഉണ്ടാവും. കോപ്പി റൈറ്റ്സ്, പാറ്റൻസ്, ട്രേഡ് മാർക്സ് ആൻഡ് പ്രോസസ് ടെക്നോളജി ടേക്ക് പ്ലേസ് അക്രോസ് ദി ഗ്ലോബ്. Transactions involving intellectual properties such as copyrights, patents, trademarks, and process technology take place across the globe. Specifically, globalization can be viewed as four-dimensional construct based on the premise that an enterprise can be more or less global along each of four major characteristics. Globalization എന്ന് പറഞ്ഞാൽ ഒരു 4-dimensional കൺസ്ട്രക്റ്റാണ്. അതിൽ ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് മാർക്കറ്റ് പ്രസൻസ് ഉണ്ടാവും, ഗ്ലോബലൈസേഷൻ ഓഫ് സപ്ലൈ ചെയിൻ ഉണ്ടാവും, ഗ്ലോബലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ബേസ് ഉണ്ടാവും, ഗ്ലോബലൈസേഷൻ ഓഫ് കോർപ്പറേറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഇനിയും പറയാം, ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ഉണ്ടാവും, ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവും. മാർക്കറ്റ് പ്രസൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് നമുക്കറിയാം, ഫസ്റ്റ് ഡയമെൻഷൻ ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ് പ്രസൻസ്. ഇറ്റ് റെഫേഴ്സ് ടു ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് കമ്പനി ടാർഗറ്റ്സ് കസ്റ്റമേഴ്സ് ഇൻ ഓൾ മേജർ മാർക്കറ്റ്സ്. അതല്ല, വിച്ച് കമ്പനി എന്ത് ചെയ്യുന്നു, ടാർഗറ്റ് ചെയ്യുന്നു കസ്റ്റമേഴ്സ് ഇൻ ഓൾ മേജർ മാർക്കറ്റ്, എല്ലാ മേജറായിട്ടുള്ള മാർക്കറ്റുകളിലും, വിത്തിൻ ഇറ്റ്സ് ഇൻഡസ്ട്രി ത്രൂ ഔട്ട് ദി വേൾഡ്. ഇൻഡസ്ട്രിയിൽ ത്രൂ ഔട്ട് ദി വേൾഡിൽ. IBM, Sun Microsystems, Canon, ഇതൊക്കെയാണ് മോസ്റ്റ് ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഫേംസ് എന്ന് പറയാം. ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് സപ്ലൈ ചെയിൻ രണ്ടാമത്തതാണ്, സെക്കൻഡ് ഡയമെൻഷൻ ആണ്. റെഫേഴ്സ് ടു ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് കമ്പനി ഈസ് ആക്സസ് ഇൻ ദി മോസ്റ്റ് ഒപ്റ്റിമൽ ലൊക്കേഷൻസ് ഫോർ ദി പെർഫോമൻസ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ സപ്ലൈ ചെയിൻ. അതിൻ്റെ സപ്ലൈ ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻസിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ്, അത്തരം കമ്പനികളുടെ പ്രസൻസിനെയാണ് അത്തരത്തിലുള്ള കമ്പനികൾ അത്തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് വിളിക്കുന്നത് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് സപ്ലൈ ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് മേ ബി പോസിബിൾ ഫോർ ഫേം ടു ഹാവ് ഫെയർലി ലോക്കൽ ഓർ റീജിയണൽ മാർക്കറ്റ് പ്രസൻസ്. ലോക്കൽ മാർക്കറ്റ് അല്ലെങ്കിൽ റീജിയണൽ മാർക്കറ്റ് പ്രസൻസ് പോസിബിൾ ആയിരിക്കും. ആൻഡ് യെറ്റ് ഹാവ് എ ഹൈലി ഗ്ലോബലൈസ്ഡ് സപ്ലൈ ചെയിൻ. അതോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കും, ഹൈലി ഗ്ലോബലൈസ്ഡ് സപ്ലൈ ചെയിൻ ഉണ്ടായിരിക്കും. വൈസ് വേഴ്സ, ഇതെല്ലാം തിരിച്ചും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ടൊയോട്ട ഹാസ് ഗുഡ് സപ്ലൈ ചെയിൻ. ടൊയോട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് സപ്ലൈ ചെയിൻ ഉണ്ടായിരുന്നു. ഇൻ 1995 ടൊയോട്ട പ്രൊഡ്യൂസ്ഡ് അബൌട്ട് 2/3 ഓഫ് ഓൾ കാർസ് ഇൻ ജപ്പാൻ. അവയുടെ 3/2 കാറും ജപ്പാനിലായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ദ റിമൈനിങ് 1/3 were produced in its affiliates spreads over 25 countries in America, Europe and Asia. ബാക്കി 1/3 എന്ത് ചെയ്യായിരുന്നു, മറ്റ് രാജ്യങ്ങളിലായിരുന്നു. ഫർദർമോർ, ദ കമ്പനി എക്സ്പോർട്ടഡ് 38% ഓഫ് ഇറ്റ്സ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ടു ഫോറിൻ മാർക്കറ്റ്. ആൻഡ് 38% ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഫോറിൻ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. അസൈഡ് ഫ്രം ദിസ് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് നോ ഹൗ between Japan and overseas affiliates.
അതിൻ്റെ ക്യാപിറ്റൽ ഫ്ലോ, അതുപോലെ ഗുഡ്സിൻ്റെ ഫ്ലോ ആൻഡ് നോ ഹൗ ആൻഡ് നോളജ് പോലുള്ളവയുടെ ഫ്ലോ. ഇത് അവർ അഫിലിയേറ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു, ഫ്ലോ ചെയ്തു. ടയോട്ട ഓൾസോ എൻഗേജ് ഇൻ കൺസിഡറബിൾ ഇൻ്റർ ഓഫ് ഫേം ഫ്ലോസ് ആമംഗ് ദി അഫിലിയേറ്റ്സ്. അവയുടെ ഇൻ്റർ ഓഫ് ഫേം ഫ്ലോസും സംഭവിക്കുകയുണ്ടായി. ഫോർ എക്സാമ്പിൾ, വിത്തിൻ ദി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയണൽ നെറ്റ്വർക്ക് ഇറ്റ് എക്സ്പോർട്ട് ഡീസൽ എഞ്ചിൻ ഫ്രം തായ്ലാൻഡ്. തായ്ലാൻഡ് ഡീസൽ എഞ്ചിൻ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. ട്രാൻസ്മിഷൻസ് ഫ്രം ഫിലിപ്പീൻസിനാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റിയറിംഗ് ഗിയേഴ്സ് ഫ്രം മലേഷ്യയിൽ നിന്ന് സ്റ്റിയറിംഗ് ഗിയേഴ്സും. എൻജിൻസ് ഇന്തോനേഷ്യയിൽ നിന്ന് എൻജിൻസ് ഫ്രം ഇന്തോനേഷ്യയിൽ നിന്ന് എൻജിൻസും. ഈ രീതിയിലാണ് ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ തേർഡ് ഡയമെൻഷൻ, ഗ്ലോബലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ബേസ്. It refers to the extent to which the company is accessing optimal source of capital on worldwide basis. അതിന് ക്യാപിറ്റലിന് വേണ്ടി എന്ത് ചെയ്യാം, അതിന് വേൾഡ് വൈഡ് ആയിട്ടുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്ന് വിളിക്കുന്നത് ഗ്ലോബലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ബേസ് എന്ന് വിളിക്കുന്നത്. ദ ഹോങ്കോങ് ബേസ്ഡ് ഇൻ്റർനാഷണൽ സർവീസ് പ്രൊവൈഡർ, ഹോങ്കോങ് ഉള്ള ഒരു ISP, ചൈനാകോം, അതിൻ്റെ പേര് ചൈനാകോം എന്നാണ്. represents a good example of how a company can be local in terms of market presence as well as supply chain and yet have a highly globalized capital base. ഈ മൂന്നും ചേർന്നിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രസൻസിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഒരു ലോക്കലാണ്, സപ്ലൈ ചെയിൻ്റെ കാര്യത്തിലും അതേസമയം ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ബേസിൻ്റെ കാര്യത്തിലൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിനത്തരത്തിൽ ഗ്ലോബലൈസ്ഡ് ക്യാപിറ്റൽ ബേസും സപ്ലൈ ചെയിനും ഉണ്ട്. അത്തരത്തിലുള്ളൊരു കമ്പനിക്ക് എക്സാമ്പിളാണ് ഈ ചൈനാകോം എന്ന് പറയുന്നത്. ഇൻ 1999 ചൈനാകോംസ് മാർക്കറ്റ് ബേസ് ആൻഡ് ഓപ്പറേഷൻസ് വെർ സെൻറ്റേർഡ് പ്രൈമർലി അറൗണ്ട് ഹോങ്കോങ് ആൻഡ് ചൈന. ചൈനയുടെ ഹോങ്കോങ്ങിൻ്റെ ഭാഗങ്ങളിലാക്കിയ മാർക്കറ്റ് ബേസ്. അറ്റ് ദി സെയിം ഇയർ ദ കമ്പനി ഗോട്ട് ഇറ്റ് സെൽഫ് ലിസ്റ്റഡ് ഓൺ ദി US ബേസ്ഡ് നാസ്ഡാക്കിൽ എന്ത് ചെയ്തു, ആ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷനാണ് പറയുന്നത് ദ ഗ്ലോബലൈസേഷൻ ഓഫ് കോർപ്പറേറ്റ് മൈൻഡ് സെറ്റ്. കോർപ്പറേറ്റ് മൈൻഡ് സെറ്റിൻ്റെ ഗ്ലോബലൈസേഷൻ dimension is the globalization of corporate mindset. It refers to the ability of company to understand and integrate diversity across cultures and markets. വ്യത്യസ്ത കൾച്ചേഴ്സിലും മാർക്കറ്റ്സിലേക്കും എന്ത് ചെയ്യാം, മാർക്കറ്റ്സിനെയും ഒക്കെ എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എന്ന് വിളിക്കുന്നത് ഈ മൈൻഡ് സെറ്റിന് ഗ്ലോബലൈസേഷൻ ഓഫ് കോർപ്പറേറ്റ് മൈൻഡ് സെറ്റ് ഉദ്ദേശിക്കുന്നത്. ജനറൽ ഇലക്ട്രിക് സർവീസ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് എ ഫേം വിത്ത് ആൻ ഇൻക്രീസിംഗ്ലി ഗ്ലോബൽ മാർക്കറ്റ് മൈൻഡ് സെറ്റ്. ഗ്ലോബൽ മൈൻഡ് സെറ്റുള്ള ഒരു കമ്പനിയാണ് GE. ദ ഹ്യൂമൻ ക്യാപിറ്റൽ ഓഫ് GE ഈസ് ഹൈലി ഗ്ലോബലൈസ്ഡ്. അവരുടെ പ്രത്യേകത വെച്ചാൽ അവരുടെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ളത് വളരെ ഗ്ലോബലൈസ്ഡ് ആണ്. ഇറ്റ് ഹാസ് സ്ട്രോങ് വേൾഡ് വൈഡ് കോർപ്പറേറ്റ് കൾച്ചർ. അതിനെന്തുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കൾച്ചർ ഉണ്ട്. ആൻഡ് കോമ്പോസിഷൻ ഓഫ് ലീഡർഷിപ്പ്, അതിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഒരു കോമ്പോസിഷൻ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ഡൈവേഴ്സ് ഇൻ ടേംസ് ഓഫ് നാഷണാലിറ്റീസ്. അവിടെ ഡൈവേഴ്സ് പലതരത്തിലുള്ള പല രാജ്യങ്ങളിലുള്ള ലേബേഴ്സ് ചേർന്നതാണ് അവയുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. എ ട്രൂ ഗ്ലോബൽ കമ്പനി ഈസ് വൺ വിച്ച് ഈസ് കോസ് ഹൈ ഓൺ ആൾ ദി 4 ഡയമെൻഷൻസ്. ഈ പറഞ്ഞ 4 ഡയമെൻഷൻ ചേർന്നായിരിക്കും ഒരു ഗ്ലോബൽ കമ്പനി എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് ട്രാൻസ്നാഷണൽ അല്ലെങ്കിൽ സൂപ്പർ നാഷണൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു തരത്തിലുള്ള എൻ്റർപ്രൈസിനെ കുറിച്ചും കൂടി പറയാം. ഇറ്റ് ഈസ് വേൾഡ് വൈഡ് എൻ്റർപ്രൈസ് ചാർട്ടേഡ് ബൈ സബ്സ്റ്റാൻഷ്യലി നോൺ പൊളിറ്റിക്കൽ ഇൻ്റർനാഷണൽ ബോഡി. സൂപ്പർ നാഷണൽ ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ഉണ്ട്. ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ് അത്തരത്തിലുള്ള സൂപ്പർ നാഷണൽ ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ഒക്കെ. അതിൻ്റെ എക്സാമ്പിളാണ് നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബോഡി ആയിട്ടുള്ള ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഓർ ദി വേൾഡ് ബാങ്കും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടൊക്കെ അത്തരത്തിൽ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു എൻ്റർപ്രൈസസ് ആണ്. ഇറ്റ് ഓപ്പറേറ്റ്സ് എ പ്രൈവറ്റ് ബിസിനസ് വിത്തൗട്ട് ഡയറക്റ്റ് ഒബ്ലിഗേഷൻസ്.
അവയെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഡയറക്റ്റ് ഒബ്ലിഗേഷൻസ് ഇല്ലാത്ത വിധത്തിലാണ്. ഒരു ഗവൺമെൻറ് കീഴിൽ നിന്നുള്ള വരുന്നത്. ദെൻ അതും ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു എഫക്റ്റാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വന്നു എന്നുള്ളത്. ഇറ്റ് ഓപ്പറേറ്റ്സ് എ പ്രൈവറ്റ് ബിസിനസ് വിത്തൗട്ട് ഡയറക്റ്റ് ഒബ്ലിഗേഷൻസ്. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ഇൻ്റർനാഷണൽ വിസിറ്റ് സർവീസ്. എൻ്റെ ഫംഗ്ഷൻ എന്താ? ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വിസിറ്റ് സർവീസാണ്. ഇറ്റ് റിമൈൻസ് വയബിൾ ഓൺലി ബൈ പെർഫോമിങ് ദാറ്റ് സർവീസ് adequately ഫോർ നാഷൻസ് വിച്ച് പെർമിറ്റ്സ് ഇറ്റ്സ് എൻട്രി. അവയുടെ വയാബിളാകുന്നത് ബൈ പെർഫോമിങ് ദാറ്റ് സർവീസ് adequately ഫോർ നാഷൻസ്. അതിൻ്റെ adequately സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് രാജ്യങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞാൽ വിച്ച് പെർമിറ്റ്സ് ഇറ്റ്സ് എൻട്രി. അവയുടെ എൻട്രി എന്ത് ചെയ്യുന്ന അനുവദിക്കുന്ന രാജ്യങ്ങൾക്കായിരിക്കും. റെഗുലേഷൻസിൽ ഇളവുകൾ വരുത്തുന്ന രാജ്യങ്ങൾക്കായിരിക്കും. വിത്ത് ഇറ്റ്സ് ഇൻ്റഗ്രേറ്റീവ് വ്യൂ. ഇതിൻ്റെ ഇൻ്റഗ്രേറ്റീവ് വ്യൂ എടുത്ത് നോക്കുക. ഇറ്റ് ഷുഡ് ബി ആബിൾ ടു ഡ്രോ എക്കണോമിക് വേൾഡ് ക്ലോസർ ടുഗദർ. ഇപ്പം നേരത്തെ പറഞ്ഞ ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമി എന്നുള്ളതിന് സാധിക്കുന്ന വിധത്തിലാണ് അവയുടെ പ്രവർത്തനം. It could serve all nations without being especially attached to any one of them. ഏതെങ്കിലും രാജ്യമായിട്ട് ചേർന്നിട്ടല്ല ഇവർ പ്രവർത്തിക്കുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഓഫ് എനി നാഷൻ ആൻഡ് ഇറ്റ്സ് യൂണിവേഴ്സൽ ഔട്ട്ലുക്ക്. അതിൻ്റെ ഇൻഡിപെൻഡൻസ് അതേപോലെ തന്നെ യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് കൊടുക്കുക. ഇറ്റ് ഓൾസോ കോൾഡ് എക്സ്ട്രാ നാഷണൽ എൻ്റർപ്രൈസ്. ഇത് എക്സ്ട്രാ നാഷണൽ എൻ്റർപ്രൈസ് എന്ന് വിളിക്കാം. ഇത്തരത്തിലുള്ള സൂപ്രാ നാഷണൽ ഓർഗനൈസേഷൻസ് ഔട്ട്സൈഡ് ബിസിനസ് അത് ഇൻ്റർനാഷണൽ മറ്റുണ്ട്. ഇൻ്റർനാഷണൽ റെഡ് ക്രോസ്, റിലീജിയസ് ആയിട്ടുള്ള ബോഡീസ്, സയൻറ്റിഫിക് അസോസിയേഷൻസ് നമുക്ക് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഗ്ലോബലൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് IMFും വേൾഡ് ബാങ്കും ഒക്കെ. ഗ്ലോബലൈസേഷൻ ഒരു ഈസ് നോട്ട് എ ന്യൂ ഫിനോമിന. ഒരിക്കലും പുതിയൊരു ഫിനോമിന അല്ല. ട്രേഡ് അക്കോസ് ദി കൺട്രീസ് ഈസ് ആസ് ഓൾഡ് ആസ് ബിസിനസ് ഈസ് സെൽഫ്. നമുക്ക് ട്രേഡ് എപ്പോൾ ആരംഭിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റും അത്രയും കാലം തുടർന്നു വരുന്ന ഒന്ന് തന്നെയാണ്. ഹവർ ദ വോളിയം ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ദി നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ഇറ്റ് ഹാവ് ഇൻക്രീസ് ഡ്രാമാറ്റിക്കലി ഓവർ ദി ലാസ്റ്റ്. അതിന് പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൽ ഭാഗമാക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടുവരുന്നു. ഇന്ത്യ രാജ്യം എന്ത് ചെയ്തു? അതിൻ്റെ ഭാഗമാക്കായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയുടെ പുതിയ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള പുതിയ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യയും നീങ്ങുന്നതാണ്. ടുഡേ എവറി നാഷൻ ആൻഡ് ആൻ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് കമ്പനീസ് buy and sell goods and service in the international marketplace. ഇപ്പോൾ എവറി നാഷൻ ആൻഡ് ആൻ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് കമ്പനീസ്. ഇപ്പോൾ പല രാജ്യങ്ങളും അവരുടെ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്? ബൈ ആൻഡ് സെൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്ലേസ്. മാത്രമല്ല ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസിൽ നിന്നും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ ബേസിനെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നതിലൊക്കെ വന്നിട്ടുണ്ട്. ചില രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസിലേക്ക് ആക്സസിന് പോകുന്നതിന് നിയന്ത്രണങ്ങൾ ചില രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ചൈനയിൽ തന്നെ ആലിബാബയുടെ ഒരു കമ്പനി ആയിട്ടുള്ള ആൻഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് അവരുടെ IPO തടയുകയാണ് ചൈനീസ് ഗവൺമെൻറ് ചെയ്തത്. കാരണം അവരെ മാർക്കറ്റിലേക്ക് മറ്റൊരു വിദേശത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വരികയും ആ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നൊരവസ്ഥ ഈ ആൻഡിലൂടെ ആലിബാബയിലൂടെ ഒക്കെ ഉണ്ടാവും എന്ന് കണ്ടുകൊണ്ട് അതിനെ തടയുകയാണ് ചെയ്തത്. എന്നാൽ ഗ്ലോബലൈസേഷൻ കാലത്ത് ചില ബാരിയേഴ്സ് ഇപ്പോൾ നിലനിർത്തുന്ന രാജ്യങ്ങളും ഉണ്ട്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി കൊണ്ട് അവിടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ വിപുലപ്പെടുത്തിയ രാജ്യങ്ങളിൽ പോലും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ദെൻ ഡ്രൈവേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. എന്താണ് ഗ്ലോബലൈസേഷൻ്റെ ഡ്രൈവേഴ്സ്? റാപ്പിഡ്ലി ഡെവലപ്പിംഗ് എക്കണോമീസ് ഹാവ് ഹൈ ഹ്യൂജ് മാർക്കറ്റ്. പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള എക്കണോമീസ്. അവയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാർക്കറ്റുള്ള, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാർക്കറ്റ് ഉണ്ട് അതിന്. ആ മാർക്കറ്റുള്ള ഇത്തരത്തിലുള്ള എക്കണോമികളാണ് ഒന്നാമത്തെ ഒരു ഫാക്ടറായിട്ട് ഈ ഗ്ലോബലൈസേഷന് കാരണമായത്. For companies mostly in developed countries,
which have been operating below capacities. The emerging markets offer immense opportunities to increase their sales and profits. അവരുടെ പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി ഒന്നും മാക്സിമം ഉപയോഗിക്കാൻ കഴിയാത്ത കമ്പനികൾക്ക് ആ പുതിയ മാർക്കറ്റിൽ എമർജ് ചെയ്യുന്ന മാർക്കറ്റ് പുതിയ അവസരങ്ങൾ നൽകുകയാണ്. അതുവഴി ഇവർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും സെയിൽസ് ആൻഡ് അതുവഴി പ്രോഫിറ്റ്. രണ്ടാമത് സെക്കൻഡ്, മൾട്ടി നാഷണൽ കോർപ്പറേഷൻസ് ആർ ലൊക്കേറ്റിംഗ് their subsidiaries in low wage and low cost countries. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ലൊക്കേഷൻ മാറ്റുന്നൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതായത് ലോ കോസ്റ്റ് ആയിട്ടുള്ള ലോ വേജ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് എന്ത് ചെയ്യാം, മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ സബ്സിഡീസ് യൂണിറ്റ്സുകൾ മാറ്റുക. അതുവഴി ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കാൻ വേണ്ടി. ദെൻ തേർഡ്, changing demographic also adds to increasing globalization. ഡെമോഗ്രാഫിക്കുള്ള ചേഞ്ചസ് അത് ഗ്ലോബലൈസേഷൻ കാരണമാകുന്നുണ്ട്. ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആർ മോർ വിസിബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യയായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത ഏജ് ഗ്രൂപ്പ്, പോപ്പുലേഷനിൽ ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സൊക്കെ ഈ ഡെമോഗ്രാഫിക് എന്നതിൽ വരും. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മോർ വിസിബിൾ ആണ്. ദ കൺട്രി ഹാസ് ലാർജസ്റ്റ് നമ്പർ ഓഫ് യങ് പീപ്പിൾ ഇൻ ദ വേൾഡ് ടുഡേ. ലോകത്ത് ഏറ്റവും കൂടുതൽ യങ് പീപ്പിൾ ഉള്ളത് എന്താണ്, ഇന്ത്യയിലാണെന്ന് പറയാം. ഇന്ത്യ ഹാസ് നിയർലി 65 million ചിൽഡ്രൻ ബിലോ 15 years old ആൻഡ് ആസ് മെനി ആസ് 400 million യങ്സ്റ്റേഴ്സ് ബിലോ ദി ഏജ് ഓഫ് 23 years. ഇതാണ് ഇന്ത്യയുടെ ചിത്രം. 65 million ആളുകൾ 15 വയസ്സ് താഴെയുള്ളവരാണ്. 400 million ആളുകൾ എന്താണ് 23 വയസ്സ് താഴെയുള്ളവരാണ്. ദീസ് യങ് പീപ്പിൾ വിൽ ജോയിൻ ദ റാങ്ക്സ് ഓഫ് വർക്കിംഗ് പീപ്പിൾ ഇൻ ദി നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്, ദസ് ക്രിയേറ്റിംഗ് എ ഹ്യൂജ് സർജ് ഓഫ് പ്രൊഡക്ടിവിറ്റി, ഇൻകം, സേവിങ്സ്. ഇങ്ങനെ എന്ത് ചെയ്യാം, ഇന്ത്യയിൽ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിൽ, ഇൻകത്തിൻ്റെ കാര്യത്തിൽ, സേവിങ്സിൻ്റെ കാര്യത്തിൽ വലിയൊരു ഹ്യൂജ് സർജ് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഇന്ത്യസ് യങ് പീപ്പിൾ ക്യാൻ ബി എൻ അസറ്റ് ടു ഗ്ലോബൽ എക്കണോമി. ഗ്ലോബൽ എക്കണോമി സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ യങ് പീപ്പിൾ വലിയൊരു അസറ്റാണ്. ബിക്കോസ് വൈൽ ഇന്ത്യസ് പോപ്പുലേഷൻ വിൽ ബി ഗെറ്റിംഗ് യങ്ങർ ഇൻ ദി കമ്മിങ് ഡിക്കേഡ്സിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ യങ്ങേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അതിലൊരു പങ്ക് വഹിക്കാൻ പോകുന്നത്. ദ പോപ്പുലേഷൻ ഓഫ് ഓൾ ഡെവലപ്ഡ് കൺട്രീസ് വിൽ ബി ഗെറ്റിംഗ് ഓൾഡർ. മറ്റുള്ള രാജ്യങ്ങളിലെ പോപ്പുലേഷൻ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഓൾഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദ റിച്ചർ കൺട്രീസ് വിൽ ഫേസ് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ഏജ് പീപ്പിളിൻ്റെ ഷോർട്ടേജ് ആ രാജ്യങ്ങൾ അഭിമുഖീകരിക്കാൻ പോവാണ്. വൈൽ ഇന്ത്യ വിൽ ഹാവ് സർപ്ലസ് ഓഫ് ദം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സർപ്ലസ് ഉള്ള റിസോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ്. ആ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് വലിയൊരു പുരോഗതി കൈവരിക്കാൻ സാധിക്കും എന്നുള്ള ഒരവസ്ഥയാണ് ഈ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള വേൾഡിലുള്ളത്. It is not just the number of people that India has, but also the technological and professional quotient of the people also is on the countryside. പ്രൊഫഷണൽ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്താണ്, ബെറ്റർ ആണെന്ന് പറയാം. ഇന്ത്യ ഹാസ് ലാർജ് ലോ കോസ്റ്റ് ആൻഡ് സ്കിൽഡ് വർക്ക് ഫോഴ്സ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോ കോസ്റ്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഇന്ത്യക്ക് ഉണ്ട്. ദിസ് ലാർജ് ലേബർ പൂൾ വിൽ ലിമിറ്റ് ഇൻക്രീസ് ഇൻ വേജ് റേറ്റ് ഫോർ നെക്സ്റ്റ് 20 years. അടുത്തൊരു വർഷത്തേക്ക് വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്യും. ഇൻ അഡീഷൻ ഇന്ത്യ ഹാസ് ഹൈ അവൈലബിലിറ്റി ഓഫ് എൻജിനീയേഴ്സ് പ്രൊഡ്യൂസിങ് ഓവർ 4 lakh എവറി ഇയർ. 4 lakh എൻജിനീയേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഓരോ വർഷവും ലഭ്യമാക്കുന്നുണ്ട്. ചൈനയുടെ കാര്യത്തിലൊക്കെയാണ് 4,90,000 ആൻഡ് നിയർലി 25 times തായ്ലാൻഡിനേക്കാളും ഒരു 25 times ആണ്. In addition to engineers, India produces 8,50,000 graduates every year. 8,50,000 graduatesന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ലഭ്യമാക്കുന്നുണ്ട്. മൾട്ടി നാഷണൽ കോർപ്പറേഷൻ ഇൻക്രീസിലി യൂസ് ഇന്ത്യ ആസ് എ ഡെസ്റ്റിനേഷൻ ഫോർ ഔട്ട്സോഴ്സിങ് ദെയർ കോർ ആൻഡ് നോൺ കോർ ആക്ടിവിറ്റീസ്. ഇന്ത്യയെ അവരുടെ ഔട്ട്സോഴ്സിങ് ചെയ്യാനുള്ള ഒരു ഡെസ്റ്റിനേഷനായിട്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് കാണുന്നു. In addition, large number of Indians are available and are prepared to take up overseas assignments. അതുപോലെ തന്നെ ഓവർസീസ് അസൈൻമെൻറ്റ്സ് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ് കൂടുതൽ. നെക്സ്റ്റ് ഫോർത്ത്, റീജിയണൽ ട്രേഡിംഗ് ബ്ലോക്സ്. ഇത്
ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റീജിയണലായിട്ടുള്ള ട്രേഡിംഗ് ബ്ലോക്ക് വളർന്നു വന്നു എന്നുള്ളതാണ്. അതിൻ്റെ അതായത് വിച്ച് ഗ്ലോബലായിട്ടുള്ള റീജിയണലായിട്ടുള്ള ട്രേഡിംഗ് ബ്ലോക്സ് ആർ ആഡിങ് ടു ദ പേസ് ഓഫ് ഗ്ലോബലൈസേഷൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയുണ്ടായി. WTO, യൂറോപ്യൻ യൂണിയൻ, നാഫ്റ്റ, മെർക്കോസ്, FTA തുടങ്ങി ഇതൊക്കെയാണ് ദി മേജർ അലയൻസസ് എമംഗ് ദി കൺട്രീസ്. ട്രേഡിംഗ് ബ്ലോക്ക് സീക്സ് ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ ബിസിനസ് ബൈ റിമൂവിങ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാരിയേഴ്സ്. ട്രേഡിംഗ് ബ്ലോക്സ് എന്ത് ചെയ്യുന്നു? ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ ഈ ട്രേഡിലും ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ബാരിയേഴ്സ് റിമൂവ് ചെയ്തുകൊണ്ടാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ബാരിയേഴ്സ് ഇല്ലാതാക്കുന്നു, ട്രേഡിലുള്ള നോൺ താരിഫ് ബാരിയേഴ്സൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ട്രേഡിംഗ് ബ്ലോക്കുകളുടെ ഫങ്ഷൻ. ഇൻ്റഗ്രേഷൻ among countries result in efficient allocation of resources throughout the trading area. ഈ കൺട്രീസ് തമ്മിലുള്ള ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്യുന്നു? നല്ല റിസോഴ്സസിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അലോക്കേഷൻ സാധ്യമാക്കുന്നു. പ്രൊമോട്ടിങ് ദി ഗ്രോത്ത് ഓഫ് സം ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് ഡിക്ലൈൻ ഓഫ് അതേഴ്സ്, മറ്റു ചിലത് ഡിക്ലൈൻ ആവുന്നു. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ടെക്നോളജി ആൻഡ് പ്രോഡക്ട്സ്, പുതിയ ടെക്നോളജി പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് എലിമിനേഷൻ ഓഫ് ദി ഓൾഡ്, പഴയത് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഒന്നുകൂടി പറയാം, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യപ്പെടും. അതാണ് സംഭവിക്കുക. ദിസ് പ്രോസസ് ഈസ് ക്രിയേറ്റിംഗ് എ ലാർജ് സ്കെയിൽ റീസ്ട്രക്ചറിങ് ഓഫ് ഇൻഡസ്ട്രീസൊക്കെ തന്നെ ലാർജ് സ്കെയിലായിട്ടുള്ള റീസ്ട്രക്ചറിന് വിധേയമാകുന്നു. ആൻഡ് വിത്ത് റീലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൊക്കെ റീലൊക്കേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് മെനി ക്രോസ് ബോർഡർ മെർജേഴ്സ് ആൻഡ് അലയൻസസ്, പല രാജ്യത്തുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലെ കമ്പനികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? അലയൻസിലേക്കും മെർജേഴ്സിലേക്കും ഏർപ്പെടുന്നു. പക്ഷേ ദർ ആർ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ദി അലയൻസ്. ഈ അലയൻസുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. ഇറ്റ്സ് സെഡ് ദാറ്റ് ട്രേഡിംഗ് ബ്ലോക്സ് മൈറ്റ് കോമ്പീറ്റ് അഗൈൻസ്റ്റ് ഈച്ച് അതർ. ഈ ട്രേഡിംഗ് ബ്ലോക്സുകൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ഏറ്റുമുട്ടലിൽ ഏർപ്പെടുന്നു. ഇഫ് ദിസ് ഹാപ്പൻസ് ഫ്രീ ട്രേഡ് വിൽ എക്സിറ്റ് വിത്തിൻ ഈച്ച് ബ്ലോക്ക്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ഫ്രീ ട്രേഡ് എന്നുള്ളത് ഓരോ ബ്ലോക്കിൽ മാത്രം ഒതുങ്ങുന്നു. ഈച്ച് ബ്ലോക്ക് വിൽ പ്രൊട്ടക്ട് ഇറ്റ്സ് മാർക്കറ്റ് ഫ്രം ഔട്ട്സൈഡ് കോമ്പറ്റീഷൻ വിത്ത് ഹൈ താരിഫ്സ്. എന്ത് ചെയ്യുന്നു? അവർ പുറത്തുള്ള ആളുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഹൈ താരിഫ് ഈടാക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ദ പോസിബിലിറ്റി ഓഫ് യൂറോപ്യൻ യൂണിയൻ ആൻഡ് നാഫ്ത ടേണിംഗ് ഇൻ ടു എക്കണോമിക് ഫോർട്രസസ് ദാറ്റ് ഷട്ട് ഔട്ട് ഫോറിൻ പ്രൊഡ്യൂസേഴ്സ് വിത്ത് ഹൈ താരിഫ് ബാരിയേഴ്സ് ഈസ് നോട്ട് റൂൾഡ് ഔട്ട്. യൂറോപ്യൻ യൂണിയൻ്റെ നാഫ്തയുടെ കാര്യം എടുത്തൊക്കെ അങ്ങനെയാണ്. യൂറോപ്യൻ യൂണിയൻ തന്നെ ഇപ്പോൾ എന്ത് ചെയ്തു? ബ്രിട്ടൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ബ്രെക്സിറ്റ് എന്നറിയപ്പെടുന്നത്. ആ ബ്രെക്സിറ്റിൻ്റെ ഫലം എന്താ? ആ ബ്രിട്ടൻ എന്നുള്ളത് ഈ ഫ്രീ ട്രേഡ് എന്നുള്ള ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി വരാവുന്ന ഫ്രീ ട്രേഡ് എന്നുള്ള ഒരു ഫ്രീ ട്രേഡ് മാർക്കറ്റ് എന്നുള്ളതിലേക്ക് അത് സാധ്യമാകാതിരിക്കും. ഫ്രീ ട്രേഡ് എന്നത് സാധ്യമാകുന്ന ഒരവസ്ഥയ്ക്ക് അത് തടസ്സമാവുകയും ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് ബ്ലോക്സ് ജനറേറ്റ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബിറ്റ്വീൻ 90,000 to 160,000 ജോബ്സ് ആർ ഓഫ് വേരിയസ് സോർട്സ് വെർ ക്രിയേറ്റഡ് ഇൻ ദി US ബിക്കോസ് ഓഫ് ഗ്രേറ്റർ എക്സ്പോർട്സ് ടു മെക്സിക്കോയിലേക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പോർട്ടിൻ്റെ ഫലമായി, അതായത് ഇൻ ദ വർക്ക് ഓഫ് ദി ക്രിയേഷൻ ഓഫ് നാഫ്തയുടെ ക്രിയേഷനോട് കൂടിയാണ് ഒരു 160,000 ജോബ്സോളം US ഉണ്ടായത്. അതേപോലെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ട്രേഡ് ബ്ലോക്കിൻ്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പോയിൻറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് എക്കണോമീസാണ്. രണ്ടാമത്തെ ചേഞ്ചിങ് ഡെമോഗ്രാഫിക്കാണ്. രണ്ടാമത്തെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അതിൻ്റെ സബ്സിഡീസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ലോ കോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയുള്ള രീതിയിലാണ്. ദെൻ ചേഞ്ചിങ് ഡെമോഗ്രാഫിക്സിലുള്ള ചേഞ്ചസ്. ദെൻ നാലാമത്തത് റീജിയണലായിട്ടുള്ള ട്രേഡിംഗ് ബ്ലോക്സ്. ദെൻ റീജിയണൽ ട്രേഡിംഗ് ബ്ലോക്സ്, there will also be easy movement of people among alliance partnering countries and replication of best HR practices. ഈ അലയൻസസ് എന്ത് ചെയ്യുന്നു? ഈ രാജ്യങ്ങളിലെ ആളുകളുടെ മൂവ്മെൻറ്റ് കൂടി സാധ്യമാക്കുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു HR പ്രാക്ടീസസ് അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്.
ബട്ട് ദർ ഈസ് ഓൾസോ പോസിബിലിറ്റി ഓഫ് ജോബ് ബീങ് ഷിഫ്റ്റഡ് ടു ലോ വേജ് ആൻഡ് ലോ കോസ്റ്റ് കൺട്രീസ്. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ കിടക്കുന്നുണ്ട്. ലോ വേജ് ആയിട്ടുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് ഈ വേജൊക്കെ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓർ ഔട്ട്സൈഡ് ട്രേഡിംഗ് ബ്ലോക്ക്, അത് ചിലപ്പോൾ എന്താവാം, ട്രേഡിംഗ് ബ്ലോക്കിന് തന്നെ പുറത്താവാം. ഫിഫ്ത്ത്, ഡിക്ലൈനിങ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാരിയേഴ്സ് ഹാവ് വാസ്റ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ഗ്ലോബലൈസേഷൻ. നമ്മൾ ട്രേഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബാരിയേഴ്സ് എന്ത് ചെയ്യുന്നു, ഡിക്ലൈനിങ് ചെയ്യുന്നതും ഗ്ലോബലൈസേഷന് കാരണമായിട്ടുണ്ട്. The early period of 20th century witnessed high levels of barriers on trade and investment. അത് നമുക്ക് 20th century ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, 20th സെഞ്ചുറിയുടെ ആദ്യകാലമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രേഡ് ബാരിയേഴ്സിൻ്റെ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാരിയേഴ്സിൻ്റെ ഒരു കാലമായിരുന്നു. ദ എയിം ഓഫ് സച്ച് റെസ്ട്രിക്ഷൻ വാസ് ടു പ്രൊട്ടക്റ്റ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുക. അണ്ടർലൈൻ ദി ആർഗ്യുമെൻറ്റ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഈസ് ദ ഇൻഫാൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ്. ഇൻഫാൻറ്റ് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. താരിഫ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ദി ഇമ്പോർട്ടഡ് കമ്മോഡിറ്റി ഈസ് നീഡഡ്. അന്ന് താരിഫ് പ്രൊട്ടക്ഷൻ ആവശ്യമായിരുന്നു ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സുകൾക്ക്. സോ ദ ഇൻഫാൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ് ഗോസ് ഇൻ ഓർഡർ ടു അലോ ദി നൗ ഹയർ പീരീഡ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഇനഫ് ടൈം ടു ലേൺ ദി ബിസിനസ്. അത് നമ്മുടെ ഇൻഡസ്ട്രീസിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ ഒരു കഴിവുകൾ വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു പീരീഡായിട്ടായിരുന്നു ആ കാലം കണ്ടത്. ആൻഡ് ടു അച്ചീവ് ദി എക്കണോമീസ് ഓഫ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, അവർക്ക് അതുവഴി എക്കണോമീസ് ഓഫ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളതായിരുന്നു അന്ന് കാലത്തിന് അതിൻ്റെ ഉദ്ദേശം. ആൻഡ് ദ എക്സ്റ്റേണൽ എക്കണോമീസ് ഓഫ് ലേണിംഗ് ബൈ ദാറ്റ് ആർ നെസസറി ടു ലോവർ യൂണിറ്റ് കോസ്റ്റ് ആൻഡ് പ്രൈസസ്. എക്സ്റ്റേണൽ പ്രൊഡ്യൂസേഴ്സ് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോവർ കോസ്റ്റ് ആയിട്ടുള്ള പ്രൈസുള്ള ഗുഡ്സ് ഇറക്കുന്നതോടുകൂടി നമ്മുടെ മാർക്കറ്റിനെ അത് ബാധിക്കും. അപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള, തടയാനുള്ള വഴിയായിരുന്നു ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിത്ത് ഇനഫ് ടൈം ആൻഡ് സഫിഷ്യൻറ്റ് പ്രൊട്ടക്ഷൻ ദ ഇൻഫാൻറ്റ് വിൽ ഇവഞ്ച്വലി ഗ്രോ അപ്പ് ബൈ ഡയറക്ട്ലി കോമ്പറ്റേറ്റീവ് വിത്ത് ഡെവലപ്ഡ് കൺട്രി പ്രൊഡ്യൂസേഴ്സ്. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിലെ പ്രൊഡ്യൂസേഴ്സായിട്ട് മത്സരിക്കുന്ന രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രീസും വളർന്നു വരും എന്നാണ് അന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ആൻഡ് നോ ലോങ്ങർ നീഡ് ദിസ് പ്രൊട്ടക്ഷൻ. എല്ലാ കാലത്തും ഈ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടായിരുന്നില്ല. അൾട്ടിമേറ്റ്ലി മെനി ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് നോട്ട് ഓൺലി ഫോർ ഡൊമസ്റ്റിക് മാർക്കറ്റ് വിത്തൗട്ട് എ താരിഫ് വാൾ ഓർ ഗവൺമെൻറ് സബ്സിഡീസ് ബട്ട് ഓൾസോ ടു എക്സ്പോർട്ട് ദെയർ നൗ ലോവർ കോസ്റ്റ് ഗുഡ്സ് ടു ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഇപ്പോൾ അത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലൊക്കെ അവർ വളരുകയുണ്ടായി. ദ ഇൻഫാൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ് ഹാഡ് സെവറൽ ടേക്കേഴ്സ്. ഇൻഫാൻറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഗുണം ഒരുപാട് ആളുകൾക്ക് ലഭിച്ചിട്ട് ഈച്ച് കൺട്രി സ്റ്റാർട്ടഡ് ഇമ്പോസിങ് താരിഫ്സ് ഓൺ ഗുഡ്സ് ഓഫ് അതർ കൺട്രീസ്. ദിസ് ലെഡ് ടു ക്യുമുലേറ്റീവ് കട്ടൽമെൻറ്റ് ഓഫ് ഡിമാൻഡ് റിസൾട്ടിങ് ദി ഗ്രേറ്റർ ഡിപ്രഷൻ ഓഫ് 1930s. ഇത് 1930-ലൊരു ഗ്രേറ്റർ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രേറ്റർ ഡിപ്രഷൻ്റെ കാലത്ത് ഈ ഗുഡ്സിൻ്റെ ഒക്കെ ഡിമാൻഡ് വല്ലാതെ വർദ്ധിക്കുകയുണ്ടായി. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നോ ജോബ്, നോ ഇൻകം, നോ ഡിമാൻഡ്, നോ സപ്ലൈ, നോ ഇൻകം, നോ സപ്ലൈ. ഇതാണ് ഈ കാലത്താണ് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ക്യാപിറ്റൽ അക്രോസ് ദി ഗ്ലോബ് എന്നുള്ള വാസ് തോട്ട് നെസസറി ആയി വന്നത്. ഇൻ അതർ വേർഡ്സ് ബാരിയേഴ്സ് വെർ റിക്വയർഡ് ടു ബി ഡിസ്മാൻഡിൽഡ്. അവിടെ ബാരിയേഴ്സ് ഇല്ലാതാക്കണം എന്നുള്ള ആവശ്യം വരുന്നത്. ദിസ് കെയിം ടു ഫ്രീ ട്രേഡ് റെജിംസ് റിസൾട്ടഡ് ഇൻ WTOയുടെ ആരംഭം കുറിക്കുകയുണ്ടായി. അങ്ങനെ ട്രേഡ് ബാരിയേഴ്സ് എന്ത് ചെയ്തു, എടുത്ത് നീക്കുകയും ഉണ്ടായി. ഇപ്പോൾ ഉള്ള ഈ ഫ്രീ ട്രേഡ് റെജിം എന്ന് പറയുന്നത് ബിസിനസ് അക്രോസ് ദി ഗ്ലോബ് ഹാസ് ഗ്രോൺ കൺസിഡറബിളി. ഗുഡ്സ്, സർവീസ്, ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ആർ മൂവിങ് അക്രോസ് ദി നേഷൻ സിഗ്നിഫിക്കൻ്റ്ലി. ഗുഡ്സും സർവീസും ടെക്നോളജിയും ക്യാപിറ്റലും എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യങ്ങളിൽ പരസ്പരം ഫ്ലോ ചെയ്യാൻ ആരംഭിച്ചു. ശരിക്കും ഒരു 20-fold വർധനവുണ്ടായി എന്നാണ് 1950 മുതൽ 2002 വരെയുള്ളൊരു കണക്ക് കാണിക്കുന്നത്. FDIയുടെ ഇൻക്രീസ്
ഒരു 25 ബില്യൺ നിന്ന് 1.3 ട്രില്യണിലേക്കൊക്കെ 2000 ആകുമ്പോഴേക്ക് വർദ്ധിച്ചു എന്ന് പറയാം. Internationalization of business is being accompanied by outsourcing and offshoring of activities. ഔട്ട്സോഴ്സിങ് ആക്ടിവിറ്റീസ് ആരംഭിക്കേണ്ട ഈ ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട്. ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കായിരുന്നു, ചൈനയ്ക്കായിരുന്നു. ചൈനീസ് ഗെയിനേഴ്സ് ഫ്രം ഓഫ് ഷോറിംഗ് ബിസിനസ് പ്രോസസ്. ഫ്രീ ട്രേഡ് ഓൾസോ മീൻ മൂവ്മെൻറ്റ് ഓഫ് ലേബർ അക്രോസ് ദി ഗോൾഡ്. ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് ലേബറിൻ്റെ മൂവ്മെൻറ്റ് ആയിരുന്നു ഗ്ലോബലായിട്ടുള്ള. ദോ നോട്ട് ആസ് ഫ്രീലി ആസ് ഗുഡ്സ്, സർവീസ് ആൻഡ് ക്യാപിറ്റൽ. ക്യാപിറ്റലും ഗുഡ്സ് സർവീസ് പോലെ അല്ലെങ്കിൽ പോലും എന്തായിരുന്നു, ഈ ഗ്ലോബലായിട്ട് ലേബർ മൂവ്മെൻ്റ് ആയിരുന്നു. ഓൾ നാഷൻസ് എക്സ്പെക്ട് ഗുഡ്സ്, സർവീസ്, ക്യാപിറ്റൽ ടു മൂവ് ഫ്രീലി. എല്ലാ രാജ്യങ്ങളും അവരുടെ ക്യാപിറ്റലും സർവീസും ഗുഡ്സും എന്ത് ചെയ്യുന്നു, ഫ്രീ ആയി മൂവ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. The place several conditionalities when it comes to movement of people across the countries. ഈ ആളുകളുടെ മൂവ്മെൻറ്റ് ഇപ്പോൾ ഏകദേശം യൂറോപ്യൻ യൂണിയനിലൊക്കെ ആണെങ്കിൽ ആളുകളുടെ മൂവ്മെൻറ്റ് ഫ്രീ ആണെന്ന് പറയാം. ആ ഒരു തരത്തിലുള്ള ഇതില്ല. യൂറോപ്യൻ യൂണിയനിലെ ഏതൊരാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാമെന്നുള്ളതാണ്, ഫ്രീ ആണ്. ഗ്ലോബലൈസേഷൻ ഹാസ് ബെനിഫിറ്റഡ് പീപ്പിൾ ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ്ഡ് ജോബ്സ് ആൻഡ് എൻഹാൻസ്ഡ് സാലറീസ്. ജോബ്സും സാലറീസും വർദ്ധിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. 6th പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് 6th പോയിന്റ്. The most powerful instrument that triggered globalization is technology. നമ്മൾ പറഞ്ഞാണ് ടെക്നോളജിയാണ് ശരിക്കും ഗ്ലോബലൈസേഷന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റായി വർക്ക് ചെയ്തത്. A revolution is probably the right word which can best describe the pace at which technology has changed in the recent past and continuing to change. ഈ റീസെൻറ്റ് പാസ്റ്റിലുണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്നുള്ള ടെക്നോളജിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ആർ വിറ്റ്നസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത്, ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൽ ഒക്കെ വലിയൊരു ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ നല്ല ലോകത്തൊട്ടാകെ ഉണ്ടായി. ഇൻക്ലൂഡിങ് എമർജൻസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് വേൾഡ് വൈഡ് വെബ്. ഇൻ്റർനെറ്റിൻ്റെയും വേൾഡ് വൈഡ് വെബിൻ്റെയും എമർജൻസ് ഇവിടെ ഉണ്ടായി. അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, ടെക്നോളജി ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആദ്യകാലത്തിലൊക്കെ ടെലിഗ്രാഫായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അതേപോലെ തന്നെ ഷിപ്പിംഗ് ഉണ്ടായിരുന്നു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ടെക്നോളജിയുടെ ഒരു വികാസം എന്നുള്ളതിലാണ് എയറോപ്ലെയിനുകളും അതേപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഡെവലപ്മെൻറ്റൊക്കെയാണ് ഗ്ലോബലൈസേഷനിലേക്ക് നയിച്ചതെന്ന് പറയാം. MNCs are able to locate protection facilities anywhere. അതുകൊണ്ട് തന്നെ എവിടെയും എന്ത് ചെയ്യാൻ പറ്റി, പ്രൊട്ടക്ഷൻ ഫെസിലിറ്റീസ് ആരംഭിക്കാൻ കഴിഞ്ഞു ഇൻ ദ വേൾഡ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കാൻ വേണ്ടി. ദീർഘകാലം കീപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായി എന്നുള്ളത് മറ്റൊരു കാര്യം. ട്രാൻസ്പോർട്ടേഷനും ഉള്ള റിസ്കുകൾ കുറഞ്ഞു. ട്രാൻസ്പോർട്ടേഷന് മുമ്പ് കാലത്തൊക്കെ സീപോർട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു സാധിച്ചിരുന്നത്. ഇപ്പോൾ അത് ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ലോകരാജ്യങ്ങൾക്ക് മാറി. എയറോപ്ലെയിൻ പോലുള്ള സംവിധാനങ്ങളിലൂടെ എന്ത് ചെയ്യും, മാത്രമല്ല ഇപ്പോൾ പുതിയൊരു ടെക്നോളജിയാണ് ഡ്രോൺസ് ഇവരെ സപ്ലൈ ചെയ്യുന്ന സംവിധാനമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ടെക്നോളജികളുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. ആ ഡെവലപ്മെൻറ്റ് ഗ്ലോബലൈസേഷന് കാരണമായിട്ടുണ്ട്. അത് ഇറ്റ് ഹെൽപ്സ് ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കൺട്രീസ് ലൈക്ക് ഫിലിപ്പീൻസ്, മെക്സിക്കോ, ചൈന ആൻഡ് ഇന്ത്യ. ഇത്തരം രാജ്യങ്ങളിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കുകയുണ്ടായി. ദെൻ 7th പോയിന്റ്, BCG ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ് ഹാസ് ഐഡൻറ്റിഫൈഡ് 5 കറൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ 5 കറൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഗ്രോത്ത് ഓഫ് റാപ്പിഡ്ലി ഗ്രോയിങ് ഡെവലപ്പിംഗ് എക്കണോമീസ്.
ഡെവലപ്പിംഗ് എക്കണോമീസിൻ്റെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത്. ദെൻ കണ്ടിന്യൂയിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഡ്വാൻറ്റേജ് ഓഫ് ഡെവലപ്പിംഗ് എക്കണോമീസ്. ഡെവലപ്പിംഗ് എക്കണോമീസിൻ്റെ കോസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ അഡ്വാൻറ്റേജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് ടാലൻറ്റ് ആൻഡ് കേപ്പബിലിറ്റീസ്. ടാലൻറ്റും കേപ്പബിലിറ്റീസും ഡെവലപ്പിംഗ് എക്കണോമീസിൽ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു വന്നു. ദെൻ മൈഗ്രേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ടു ഡെവലപ്പിംഗ് എക്കണോമീസ്. ഡെവലപ്പിംഗ് എക്കണോമീസിലേക്ക് കസ്റ്റമേഴ്സ് മൈഗ്രേറ്റ് ചെയ്തു. എമർജൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് എക്കണോമീസ് ബേസ്ഡ് ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ്. ഡെവലപ്മെൻറ്റ് എക്കണോമീസ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്തു? എമർജ് ചെയ്തു. ഇതൊക്കെയാണ് BCG പറഞ്ഞിട്ടുള്ള 5 കറൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ദെൻ നെക്സ്റ്റ് 8th, there is money in international business. No organization would wish to miss opportunity. മണി എന്നുള്ളത് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഒരു ഘടകമാണ്. ഗ്ലോബലൈസേഷനിൽ നോ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ നടത്തിയില്ല എങ്കിൽ അതെന്ത് ചെയ്യുന്നു? ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. അത് HCL ആണ് അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. HCL ഫോർ എക്സാമ്പിൾ ആൻഡ് 63% ഓഫ് ഇറ്റ് ടോട്ടൽ റവന്യൂ ഫ്രം US ആൻഡ് 32% ഫ്രം യൂറോപ്പ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 95%. സിമിലർലി 90% ഓഫ് ടോട്ടൽ ഏർണിങ്സ് ഓഫ് ഇൻഫോസിസിൻ്റെ കാര്യം എടുത്താൽ 90% ആർ ഫ്രം ഫോറിൻ മാർക്കറ്റ്സ് എന്നായിരുന്നു. വിപ്രോ 56% ഫ്രം ദി US ആൻഡ് 30% യൂറോപ്പ്. 86% ആയിരുന്നു അതിൻ്റെ ടോട്ടൽ. TCS ടാറ്റ കൺസൾട്ടൻസി സർവീസ് എടുക്കുകയാണെങ്കിൽ ഫോറിൻ റവന്യൂസ് ടു എക്സ്റ്റെൻഡ് 80% ആയിരുന്നു. അത് 51% ഫ്രം US ആൻഡ് 29% ഫ്രം യൂറോപ്പ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഇന്ത്യൻ കമ്പനീസ് അല്ല, ഇന്ത്യൻ കമ്പനീസിൻ്റെ മാത്രം കാര്യമില്ല, ഇൻ ഫോറിൻ കമ്പനീസ് ആണ് ഹ്യൂജ് റവന്യൂസ് ഫ്രം ഓവർസീസ് മാർക്കറ്റ്. ഈ ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് മണി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാണ് മറ്റൊരു ഗ്ലോബലൈസേഷൻ മറ്റൊരു ഡ്രൈവായിട്ട് പറയുന്നത്. അത് നമ്മൾ ആ മണി നമ്മൾ ഓർഗനൈസേഷൻ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുമെന്നാണ് നമ്മൾ പറയുക. 9th, റിസോഴ്സ് സീക്കിംഗ് ഈസ് അനദർ മോട്ടീവ് ഫോർ ഫേംസ് ഗോയിങ് ഇൻ്റർനാഷണൽ. എന്തിനാണ് നമ്മൾ ഗോയിങ് ഇൻ്റർനാഷണൽ ആകുന്നതിൻ്റെ മറ്റൊരു കാരണം അത് നമ്മൾ റിസോഴ്സ് സീക്കിംഗ് ആണ്. റിസോഴ്സുകൾ തേടിക്കൊണ്ട് പോകുന്നതാണ് മറ്റൊരു ഡ്രൈവേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഗ്ലോബലൈസേഷൻ്റെ. റിസോഴ്സ് ക്യാൻ ബി നാച്ചുറൽ ആണ്, സ്ട്രാറ്റജിക് ആണ്. നാച്ചുറലുണ്ട് അല്ലെങ്കിൽ ഓർ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ട്. വിത്ത് റെഫറൻസ് ടു ദി ഫേം സീക്ക് 3 കാറ്റഗറീസ് ഓഫ് റിസോഴ്സ്. 3 തരം റിസോഴ്സസ് ഉണ്ട്. ഒന്ന് ദർ ആർ ദോസ് സീക്കിംഗ് ഫിസിക്കൽ റിസോഴ്സ് ഏതൊക്കെയാണ്? വിച്ച് ഇൻക്ലൂഡ് മിനറൽ ഫ്യൂവൽസ്, ഇൻഡസ്ട്രിയൽ മിനറൽസ്, മെറ്റൽസ് ആൻഡ് അഗ്രികൾച്ചർ റിസോഴ്സ്. ഇതൊക്കെയാണ് ഫിസിക്കൽ റിസോഴ്സ്. Indian and Chinese firms of late have invested in Africa to take advantage of the physical resources. ആഫ്രിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്തിന്? ഫിസിക്കൽ റിസോഴ്സസിൻ്റെ അഡ്വാൻറ്റേജസ് ലഭിക്കാൻ വേണ്ടി. The second group of resource seeking MNC comprises those seeking plentiful supplies of cheap and well motivated unskilled and semi-skilled labor. മറ്റൊന്നാണ് MNC സീക്ക് ചെയ്തത് കൂടുതൽ അൺസ്കിൽഡോ അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആയിട്ടുള്ള ലേബറിനെ ലഭിക്കുന്നു, ചീപ്പ് ലേബറിന് ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഡ്രൈവറായിട്ട് പറയുന്നത്. മെക്സിക്കോ, തായ്വാൻ, മലേഷ്യ ഹാവ് അട്രാക്റ്റഡ് FDI ഫോർ ദി സെയിം റീസൺ. അതുകൊണ്ടാണ് മെക്സിക്കോവും തായ്വാനും മലേഷ്യയൊക്കെ FDI അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം. വിത്ത് യൂറോപ്പ് ടു, യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഹാസ് ബീൻ സം ലേബർ സീക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സത്തേൺ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്. അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് റിസോഴ്സ് സീക്കിംഗ് FDI ഈസ് പ്രോംപ്റ്റഡ് ബൈ നീഡ് ഓഫ് അക്വയറിംഗ് ടെക്നോളജി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? FDI വഴി റിസോഴ്സ് സീക്ക് ചെയ്തിട്ടുണ്ട്. ദ ഫാക്ട് ദാറ്റ് സെവറൽ ഇന്ത്യൻ, തൈവാനീസ് ആൻഡ് കൊറിയൻ കമ്പനീസ് ഹാവ് കൊളാബറേറ്റീവ് അലയൻസ് വിത്ത് യൂറോപ്യൻ യൂണിയൻ ആൻഡ് US firm shows how strong is the pull of ടെക്നോളജിയിലുള്ള അവരുടെ അഡ്വാൻറ്റേജസ് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? FDI സീക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ സ്ട്രാറ്റജിക് അസറ്റ്സ്. എന്താ സ്ട്രാറ്റജിക് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഇൻക്ലൂഡ് ഗ്ലോബൽ പോർട്ട്ഫോളിയോ ഓഫ് ഫിസിക്കൽ അസറ്റ്സിൻ്റെ ഗ്ലോബൽ പോർട്ട്ഫോളിയോ ആൻഡ് ഹ്യൂമൻ കോമ്പിറ്റൻസീസ്.
എയിമായിട്ടുള്ള കോമ്പറ്റേറ്റീവ് വിച്ച് ആഡ് ടു ദി കോമ്പറ്റേറ്റീവ് എഡ്ജ് ഓഫ് ദി ഫേം. Tata acquisition of Chorus and Chinese Lenovo acquisition of IBM's PC business are examples of asset seeking investment. ഈ സ്ട്രാറ്റജിക് അസറ്റ് സീക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള എക്സാമ്പിളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. ടാറ്റ എന്ത് ചെയ്തത്, കൊറസിനെ വാങ്ങിയതും ചൈനീസ് ലെനോവോ എന്ത് ചെയ്തത്, IBM വാങ്ങിയതും. സ്ട്രാറ്റജിക് അസറ്റ് സീക്കേഴ്സ് എയിംസ് ടു ക്യാപിറ്റലൈസ് ഓൺ ദി ബെനിഫിറ്റ് ഓഫ് കോമൺ ഓണർഷിപ്പ് ഓഫ് ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ആൻഡ് കേപ്പബിലിറ്റീസ്. അതിൻ്റെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനും കാപ്പബിലിറ്റീസിനും എന്ത് ചെയ്യുന്നു, ഓൺ ദി ഓണർഷിപ്പ്, കോമൺ ആയിട്ടുള്ള ഓണർഷിപ്പ് എയിം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. ഫൈനലി, ഗ്ലോബലൈസേഷൻ ഈസ് ട്രിഗേർഡ് ബൈ വേൾഡ് ബോഡീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള ബോഡീസിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വളർച്ചയ്ക്ക് ഈ ഗ്ലോബലൈസേഷൻ സാധിച്ചു. World Trade Organization, അതായത് WTO, is the international organization that regulates and promotes business across nations. The three main purposes of WTO are help free trade, second help negotiate further opening of markets, third settle trade disputes between members. WTOൻ്റെ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ഫ്രീ ട്രേഡിന് സഹായിക്കുക, രണ്ടാമത്തെ എന്ത് ചെയ്യുക, മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള നെഗോഷിയേഷൻസിൽ ഏർപ്പെടുക, മൂന്നാമത്തത് ട്രേഡ് ഡിസ്പ്യൂട്ട്സൊക്കെ സെറ്റിൽ ചെയ്യുക. ഇത് ഇൻ്റർനാഷണൽ ബിസിനസ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്, അത് പരിഹരിക്കാനുള്ള ബോഡി ആയിട്ടാണ് WTO എന്ത് ചെയ്തത്, ആരംഭിച്ചത്. സിമിലർലി ട്രീറ്റീസ് ആൻഡ് കൺവെൻഷൻസ് സൈൻഡ് ആൻഡ് ബൈൻഡിങ് ഓൺ മെമ്പർ കൺട്രീസ് ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ബിസിനസ് കൺസിഡറബിൾ. ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്, ലോകരാജ്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഗാഡ്സ് ഇതൊക്കെ അതിൽ വരുന്ന എക്സാമ്പിൾസാണ്. അത്തരത്തിലുള്ള ട്രീറ്റീസും ഗ്ലോബലായിട്ടുള്ള ഓർഗനൈസേഷൻസൊക്കെയാണ് ഗ്ലോബലൈസേഷന് കാരണമായിട്ടുള്ളതെന്ന് പറയാം. ഗ്ലോബലൈസേഷന് കാരണമായിട്ടുള്ള അതിൻ്റെ ഡ്രൈവേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് എമേർജിംഗ് ആയിട്ടുള്ള എക്കണോമീസ്, സെക്കൻഡ് പറഞ്ഞു മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, തേർഡ് ചേഞ്ചിങ് ഡെമോഗ്രാഫിക്സ്, ഫോർത്ത് ട്രേഡിംഗ് ബ്ലോക്സ്, fifth declining trade and investment barriers, sixth technology, seventh BCG's 5 currents of globalization, eighth money in international business, then ninth resource seeking. ഇത്രയാണ് ഗ്ലോബലൈസേഷൻ്റെ ഡ്രൈവേഴ്സ് എന്ന് പറയാം. Globalization of production, globalization of marketing, globalization of supply chain, globalization of corporate mindset, globalization of capital base. ഇത്തരത്തിൽ 4 വിധത്തിലാണ് ഗ്ലോബലൈസേഷൻ. ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ഫ്ലോ ഓഫ് മണി, ഫ്ലോ ഓഫ് ക്രെഡിറ്റ്, ഫ്ലോ ഓഫ് ലേബർ, അങ്ങനെ വ്യത്യസ്ത റിസോഴ്സസിൻ്റെ ഒക്കെ ഫ്ലോസാണ്, ഫ്രീ ഫ്ലോ ആണ്. അതായത് ഫ്രീ ട്രേഡ് ആൻഡ് ഫ്രീ ആയിട്ടുള്ള ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ആൻഡ് റിസോഴ്സസ് ആണ് ശരിക്കും ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമി വിത്ത് ഗ്ലോബൽ എക്കണോമി എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ അതെങ്ങനെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് അതിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആദ്യമായി നിലവിൽ വന്നത്. പിന്നെ ഇതൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു കമ്പൽസറിയായി